വിരുന്നുകാര വന്നിട്ട് ഇതാ വിഭവങ്ങളുടെ വീടിനൊരുക്കേണ്ട അടിപൊളി സ്വാദം വീണ്ടും നിങ്ങളിലേക്ക്. ഇവിടെ നമ്മുടെ കൂടെ ശരിക്കും സ്വാദിഷ്ടമായ വിഭവം തന്നെ തയ്യാറാക്കാനായിട്ട് ഇരിക്കുന്നത് ഇന്ന് ചേച്ചിയാണ്. ചേച്ചി ഇന്ന് വി ആർ മേക്കിംഗ് ബ്രെഡ് പക്കോട. അതെ, പക്കോടയാണ് ബ്രെഡ് വെച്ച് സാധാരണ പക്കോട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ ഇതിൽ ബ്രെഡ് ആഡ് ചെയ്യും. ഓക്കെ. അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ ബ്രെഡ് സ്ലൈസ്, പിന്നെ കടലമാവ്, പിന്നെ അരിപ്പൊടി, കുറച്ച് അരിപ്പൊടി വേണം, പിന്നെ സോൾട്ട്, ബേക്കിംഗ് സോഡ, പിന്നെ ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി ആൻഡ് കറിവേപ്പില, ദെൻ സവാള, ഇഞ്ചി ആൻഡ് കാഷ്യൂ നട്ട്സ്. അതെ അതെ. പിന്നെ ഓയിൽ വേണം, റിഫൈൻഡ് ഓയിൽ. ഇത് മിക്സ് ചെയ്തെടുക്കാം. കടലമാവ് അത് ഒരു 250 ആയാലും എത്രയായാലും ഡിപ്പെൻസ് ഓൺ ഹൗ മച്ച് യു വോണ്ട്. നെക്സ്റ്റ് ഇതിൽ കടലമാവും അരിപ്പൊടി ഓൾമോസ്റ്റ് 2 സ്പൂൺസ്, കുറച്ച് സോൾട്ട്, ബിക്കോസ് കുറച്ച് അരിപ്പൊടി ഇടുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് വരും. ഒരു പിഞ്ച് ഓഫ് ബേക്കിംഗ് സോഡ, അധികമായിട്ടുണ്ടാ, ജസ്റ്റ് പിഞ്ച് ഓഫ്. അതെ. പിന്നെ ചില്ലി പൗഡർ ഞങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് കൂട്ടിയാലും കുറച്ചാലും കുഴപ്പമില്ല. അത് ഏത് വിഭവമായാലും ശരി, നിങ്ങൾക്ക് എരിവ് എത്രയാണോ അതിനനുസരിച്ച് മഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുക. മുളക് പൊടി ആഡ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഫൈൻ. നമ്മുടെ ബ്രെഡ് പക്കോടയുടെ ഒരു മിക്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടലമാവ് ഉപയോഗിക്കുന്നതുകൊണ്ട് ശരിക്കും ഒന്ന് ക്രിസ്പിനെസ് വരും. ഇനി ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ബ്രെഡ് ബ്രെഡ് ക്രംസ് മേടിക്കുന്നേ? ക്രംസ് ഇല്ല, നമുക്ക് വീട്ടിൽ ബ്രെഡ് അപ്പം പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ബ്രെഡ് കിട്ടുമല്ലോ. അപ്പൊ ഈ സൈസ് എടുക്കണമെന്നൊന്നുമില്ല. പൊടിച്ചിട്ട് ഇത് കൂടെ ജസ്റ്റ് ബ്രെഡ് എടുത്തിട്ട് കൈകൊണ്ടെങ്കിൽ പൊടിച്ചിട്ട് കടലമാവിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വലുതാവണ്ട, ജസ്റ്റ് കുറച്ച് ചെറിയൊരു. പക്കോട സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യാം? കടലമാവും ഓണിയൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ബ്രെഡ് ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് സവാളയിൽ കുറച്ച് ഉപ്പിട്ട് വയ്ക്കും. ഒരു 10 minutes. വെള്ളം അധികം യൂസ് ചെയ്യുന്നത്, ഡ്രൈ ആയിരിക്കും. സോ അതുകൊണ്ട് ഇതിട്ടിട്ട് നല്ല നമ്മുടെ സവാള നീളത്തിലരിഞ്ഞത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇടുക, ഞാൻ അതിനകത്ത് കുറച്ച് വെക്കുക അല്ലേ. എന്നിട്ട് എടുത്ത് കായപ്പൊടി ഇടും. ഓക്കെ, കായപ്പൊടി ഒരിക്കലും പിടിക്കാറില്ല, കുറച്ച് മതി അല്ലേ, ഫ്ലേവറിന് വേണ്ടിയിട്ട്. കായപ്പൊടി ഉണ്ട് ശരിക്കും. അതിന്റെ എന്ത് ഫ്ലേവർ ആയിരുന്നു? ഗുഡ് ടേസ്റ്റ്. കായപ്പൊടി നല്ലതായിരിക്കും. കറിവേപ്പില അത്ര നല്ലത്. ഇതിന്റെ കൂടെ നമുക്ക് മിൽക്ക് ലീവ്സ് ഇഷ്ടമാണെങ്കിൽ പുതിന ഇടാം, മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇടാം, ഫ്ലേവറിനനുസരിച്ച്. ഓക്കെ. ഇഞ്ചി ഓക്കെ. ചില്ലി ഇഷ്ടമാണ്, ഗ്രീൻ ചില്ലി ഇഷ്ടമാണെങ്കിൽ ഗ്രീൻ ചില്ലി ഇടാം. ഇഷ്ടമുള്ള വേണമെങ്കിൽ ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി പൗഡറും ഇടാം, രണ്ടും ഇടാം. പിന്നെ കാഷ്യൂസ് എല്ലാം ഇതാണ് പണിയൊന്നുമില്ല. നമുക്ക് വേറെ ഐഡിയ ഒന്നും കുറച്ചെടുക്കാൻ സുഖമായിട്ട് ചെയ്യുന്ന പണിയുള്ളൂ, നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നുള്ളൂ. പക്കോട എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ, ഇത് സൗത്ത് ഇന്ത്യൻ ആണ് പൊതുവെ. പക്കോടാസ് ഒക്കെ, ഓണിയൻ പക്കോടാസ് ഒക്കെ സൗത്ത് ഇന്ത്യൻ ആണ്. ഒരു ലേശം വെള്ളം ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാവും. ഇത് ഓയിലിലേക്ക് അങ്ങനെ ഇടുന്ന സാധനം, സോ അധികം വെള്ളമായാലും ശരിയാവില്ല. ഇടിച്ചിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ബ്രെഡ് പക്കോടയുടെ മിക്സ് ഇപ്പോൾ റെഡിയാണ്. നമുക്ക് എന്താ ചെയ്യണം നോക്കാം. ഇപ്പം എണ്ണ ചൂടായ ശേഷം ഇത് കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് വലിയ ഷേപ്പ് ഒന്നും നോക്കണം അല്ലേ? ഷേപ്പ് വേണ്ട, ജസ്റ്റ് ഇങ്ങനെ. ഓക്കെ. അപ്പൊ ശരിക്കും ഒരു ഹോംലി ഫീൽ വരുന്നത്. വലിയ റെഗുലാരിറ്റി ഒന്നും നോക്കാതെ നേരെ ഇടുകയാണ് കൈകൊണ്ട്. ശരിയാണ്. നമ്മുടെ കടലമാവും അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടതിൻ്റെയാണ് പെട്ടെന്ന് കൂടും. ഒന്ന് ബ്രൗൺ കളർ സ്ലൈറ്റ് കളർ, ഗോൾഡ് ഷൈഡ്. ഓക്കെ. ഇനി നമ്മള് ഇത് പെട്ടെന്ന് ഇത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എടുക്കാം അല്ലേ? തയ്യാറാക്കിയിരിക്കുന്ന ബ്രെഡ് പക്കോട ഏകദേശം റെഡിയാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇത് ഇഷ്ടമുള്ളതല്ലേ? ഇപ്പൊ ഷെയ്ഡ് അത്ര ക്രിസ്പി ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് നേരത്തെ എടുക്കാം. പിന്നെ വേറെ ബ്രെഡ്, സാൻഡ്വിച്ച് ബ്രെഡോ അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡോ, സ്വീറ്റ് കുറച്ച് ലൈറ്റ് പിഞ്ച് ഓഫ് സ്വീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ മിൽക്ക് ബ്രെഡ് യൂസ് ചെയ്യാം. അതെല്ലാം ഉണ്ടെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് യൂസ് ചെയ്യാം. അതെ അതെ, നല്ല മിൽക്ക് ബ്രെഡ്. അപ്പം നമുക്ക് സെർവ് ചെയ്യാം. ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു. ഞാൻ ടൊമാറ്റോ സോസ് തന്നെ, സംശയമില്ല അല്ലേ? ഗ്രീൻ ചട്നി, നല്ല മുളക് എരിവൊക്കെ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് 2 ചില്ലി ഞാനൊന്ന് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് സ്മെല്ലിനും അറിയുന്നുണ്ടോ?
കുറച്ച് നേരം എടുക്കുന്ന മനസ്സിലായി. കുഴപ്പമൊന്നുമില്ല. വെള്ളം വരുന്നു. പച്ചമുളക് എന്ന് പറയുന്നത് നടുക്ക് കീറുമ്പോഴാണ് ശരിക്കും ചേച്ചി പറഞ്ഞ പോലെ ഞാൻ സ്മെല്ല് വന്നു കൊടുക്കുന്നത്. ഇപ്പൊ കാണുന്നവരൊക്കെ അവിടെ ഇരുന്ന് കൊതിട്ടിട്ട് കാര്യമില്ല, ചെയ്ത് നോക്കിയാൽ കഴിക്കാം. മുളകും കൂടി വെച്ചപ്പോഴൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് തയ്യാറാക്കിയിരിക്കുന്ന ബ്രെഡ് പക്കോടാസ്. നമ്മൾ കാഷ്യൂസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ കൂടി വരാനായിട്ടല്ലേ. ടൊമാറ്റോ സോസ് കോമ്പിനേഷൻ പക്കോട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ചിക്കൻ തയ്യാറാക്കിയത് ശരിക്കും കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൊമാറ്റോ സോസ് അത് കഴിക്കാൻ എനിക്ക് ധൈര്യമില്ല. ട്രൈയിലൊക്കെ ഞാനിവിടെ നിൽക്കില്ല. ടൊമാറ്റോ സോസ് നിങ്ങൾ കേട്ടുവാണല്ലോ. ഇറ്റ്സ് വെരി ക്രിസ്പി അല്ലേ? കാഷ്യൂ ഫീൽ ആവുന്നുണ്ട്. കാഷ്യൂടെ ടേസ്റ്റ് ചെറിയ ക്രീമി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കറിവേപ്പില കുറേ കൂടുതലിരുന്നു. അത്രയും നല്ലൊരു ഫ്ലേവർ. ശരിയാണ്. കറിവേപ്പിലൊക്കെ ആവശ്യമാണ്. ഇതിന് ഷോള കൂടുതലുണ്ടെങ്കിൽ കാണുമ്പോഴേ രസം. കുറച്ച് പച്ചമുളക് വെക്കാം. വെരി ക്രിസ്പി. Thank you so much. Thank you so much. Yeah. Do join us again? Yes, sure. Right? ബ്രെഡ് പക്കോട. പ്രധാന ചേരുവകൾ: ബ്രെഡ്, കടലമാവ്, അരിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇഞ്ചി, സവാള, കായപ്പൊടി, ബേക്കിംഗ് സോഡ, വെജിറ്റബിൾ ഓയിൽ, കശുവണ്ടിപ്പരിപ്പ്. പാചകം ചെയ്യുന്ന വിധം: ആദ്യം ഒരു പാത്രത്തിൽ കടലമാവ് എടുത്ത് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ഉപ്പും ബേക്കിംഗ് സോഡയും മുളകുപൊടി, മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നു. ശേഷം ബ്രെഡ് പൊടിച്ചത് എടുക്കുക. അത് ആദ്യം എടുത്ത ചേരുവയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നു. പിന്നീട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നു. കൂടെ സവാളയും അതിലേക്ക് കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുന്നു. ശേഷം കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കുക. പിന്നീട് കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് കുഴയ്ക്കുന്നു. തുടർന്ന് കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും കുഴയ്ക്കുക. തുടർന്ന് പാൻ ചൂടാക്കി ഓയിൽ ചൂടായതിനു ശേഷം ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേരുവകൾ കുറച്ച് കുറച്ച് ഓയിലിലേക്ക് ഇട്ട് നന്നായി മുരിച്ചെടുക്കുക. ഗോൾഡ് കളറായി കഴിയുമ്പോൾ കോരിയെടുക്കുക. ശേഷം ആ എണ്ണയിൽ തന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്ത് എണ്ണയിലിട്ട് നന്നായി വറുത്തെടുത്ത് പക്കോടയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ വിഭവം ടൊമാറ്റോ സോസ് പോലുള്ള സോസുകളുടെ കൂടെ സ്വാദോടെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്.